അങ്ങനെ നമ്മളെ മേലത്തെ, അതായത് ഏറ്റവും ലാസ്റ്റ് റൂഫിന്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കലാണ്. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളെ തേപ്പും കട്ടിള വെപ്പും അങ്ങനത്തെ എല്ലാം പരിപാടിയാണ്. അത് അപ്പൻ്റെ വീടിൻ്റെ വാർപ്പായിട്ടും ഡാൻസ് ക്ലാസ്സിന് പോകണം എന്നുള്ള വാശിയിൽ ഡാൻസിന് പോകാൻ റെഡിയായി നിൽക്കുന്നതാണ് ആൻറ്റി. അത് ഇന്ന് എനിക്ക് ഡാൻസിന് പോയേ പറ്റൂ അല്ലടാ. ഞാനിപ്പോൾ രാത്രി പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ വന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച അൻവിന്ന് വാർപ്പെല്ലാം ഇന്ന് പോകില്ല, ഡാൻസ് ഒന്നും പോകില്ല എന്നും വിചാരിച്ചിരുന്നു. അപ്പോൾ വിനാപ്പനെ വിളിച്ച് എല്ലാം സെറ്റാക്കി വിനാപ്പനെയും കൂട്ടിയിട്ട് ഡാൻസ് ക്ലാസ്സിന് പോക്ക പോലും ഇല്ല പുള്ളിയാണ്. ആ എന്നാ പിന്നെ ഇങ്ങോട്ട് അൻവി ആ പോയിട്ട് വാന്ന്. ഓ ഏട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിഷമത്തിൽ കരയുന്ന വെച്ചൂട്ട്. ഇവിടെ പാവം. ഐസും വെള്ളം കലക്കുന്ന അത് തണുത്ത വെള്ളം ഐസും വെള്ളം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ മെയിൻ വാർപ്പ്, അതായത് മെയിൻ കോൺക്രീറ്റ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെത് കഴിഞ്ഞിട്ടുണ്ടായിന്. ഇപ്പോൾ ഏറ്റവും മേലത്തത് അതും കൂടി ഇന്നത്തേക്ക് തീരാൻ പോക്കാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് തേപ്പ്, പ്ലംബിങ്. അപ്പൊ ഇതും കൂടി ആയാലില്ലേ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് അറിയേണ്ട ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ തേപ്പും പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടിള വെപ്പും കാര്യങ്ങളെല്ലാം ഇനി ഉള്ളത്. പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് അതെന്ന് പറയുന്നത് നല്ല രസം ഇങ്ങനെ ഈ പണിയെടുക്കുന്നത് നോക്കി നിൽക്കാൻ വേണ്ടി. അതെ വീടിന് ഇങ്ങനെ കോൺക്രീറ്റ് എടുത്ത് ചട്ടിയിലിട്ട് മേലെ കൊണ്ടുവന്ന് ഇടുന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയി വരുന്നു. ഒരു ഉച്ചയാകുമ്പോ ഏകദേശം ഉച്ചയാകുമ്പോ ആയിരിക്കും അല്ലേ, ഉച്ചയാകുമ്പോ ഏകദേശം മേലത്തെ കോൺക്രീറ്റ് കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവരെല്ലാം നല്ല പണിയെടുക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീരുന്നുണ്ട്. അവരാ ഇതിന്റെ മുകളിൽ എത്ര വേഗം കേറുന്നു. പകുതി ഭാഗം ആയിട്ടുണ്ട്, സമയം ഏകദേശം 11:30 ആയിട്ടേ ഉള്ളൂ. പിന്നെ ഞാനവിടെ ഇപ്പോൾ ഒരു റൗണ്ട് സാധനം ഞാൻ കാണിച്ചു തന്നില്ല, ഒരു റിങ് വെച്ചിട്ടുണ്ട്. അതായത് മെയിൻ വാർപ്പിന് കോൺക്രീറ്റിന്റെ മുകളിൽ തന്നെ ഒരു റിങ് പോലെ ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനായിരിക്കും എന്നുള്ളതായിരിക്കും ഒരു ഐഡിയ ഉണ്ടോ, അത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ 1-2 വീടുകളിൽ ഞാൻ ആ ഒരു ടൈപ്പിൽ അത് ഉള്ളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. ആയിരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അത് വെച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ടൈപ്പിൽ സാധനം ഇതെന്താ സംഭവം എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് നമുക്ക് ലാസ്റ്റ് ഫിനിഷ് ആയതിന് ശേഷം മാത്രമായി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ ഇതാരാ വാങ്ങിയത് അല്ലേ? സൂപ്പർ. വത്തക്ക മുറി ഒരു കലയാണ്. സംഭവം വിചാരിക്കും ഇങ്ങനെ ചെറുങ്ങനെ മുറിക്കുന്നപ്പാന്ന് അല്ലേ? കൊറേ ആൾക്കാരുണ്ട്. ശശികല ചാർത്തിയ ദീപാവലയം തനനം 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 തനാനനതും തനനം. ഒന്നെടുത്തോട്ടാ ചെറുത് ഇങ്ങനെ ആ അല്ല എനിക്ക് പ്ലേറ്റ് അടക്കം തരാൻ. ആ ഓന് വേണ്ടിയിട്ടല്ല, ഓന് കണ്ട ആ ഒരു കൗതുകം കൊണ്ടാണ്. ഇത് വരണ്ട. കൊണ്ടുവന്ന ഫുഡ് കൊണ്ടുവന്ന അവര് അത് കൊണ്ടുവന്ന അവർ കഴിച്ചാല്.
ബിരിയാണിക്ക് കാത്തിക്കല ബിരിയാണി നല്ല ചൂടാ അതാ അപ്പൊ കൊണ്ടോ വെച്ചൂലേ അങ്ങനെ ആളൊഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു, പണിയും കഴിഞ്ഞ് എല്ലാവരും പോയി. പണി ഏകദേശം ഒരു 2 മണിയിലടക്കം തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വാർപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ കോൺക്രീറ്റ് പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ മെഷീന് സാധനങ്ങൾ ഇതെല്ലാം കൊണ്ടുപോകാനേ ബാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവസാന ഘട്ട കോൺക്രീറ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി, മൊത്തം അരങ്ങൊഴിഞ്ഞ്. ഇനി അവിടുന്ന് കുറച്ച് സിമെൻറ്റ് വയ്ക്കുന്ന ആ മെഷീൻ കൊണ്ടുപോകാനുണ്ട്. പിന്നെ സിമെൻറ്റ് മറ്റേ ആക്കുന്ന ഉറപ്പിക്കുന്ന ആ മെഷീൻ അതെല്ലാം തിരിച്ച് കൊണ്ടുപോകാനേ ഉള്ളൂ. ബാക്കി ആ സ്റ്റെപ്പ് വരെ എല്ലാം അയച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി ഇനി കോൺക്രീറ്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അവിടെ ഒരു റിങ് വെച്ചിട്ടില്ലേ, അത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകുന്ന ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലുള്ള സാധനം തന്നെയാണ്. പക്ഷെ എന്നാൽ അത് ലാസ്റ്റ് ആയിട്ടാവും കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. കാണിച്ചിന് എന്നാണ് പറയുന്നത്. നോക്കാമല്ലോ, നമുക്ക് ആയിരിക്കല്ലാന്നൊക്കെ അറിയാം. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു കമൻറ്റ് വരുമോ നോക്കാമല്ലോ നമുക്ക് ഇതെന്താ സംഭവം. ഞാൻ ഭയങ്കര സംഭവമായിട്ടെല്ലാം കണ്ടുപിടിച്ചിട്ട് ആക്കിയ സാധനം ഞാൻ ഇവിടെ നമ്മൾ അപ്പോൾ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി തേപ്പ് കാര്യങ്ങൾ കട്ടിലോട്ട് കുറച്ച് പരിപാടിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.